പുതുതലമുറയിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ജെൻസി, അവരെ അഡ്രസ്സ് ചെയ്യുന്നതിൽ നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക്, മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാജയം സംഭവിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ഇന്ത്യയിലെ യുവാക്കൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി തീർത്തും നിരാശരാണ് എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടിയുടെ ഭാവി എന്ത്, അതിൻ്റെ പ്രസക്തി എന്ത് എന്നതിനേക്കാളേറെ അത് വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ജീവിതത്തിൻ്റെ ഒരു രോഗലക്ഷണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലക്ഷണത്തിനെ നമ്മൾ വിശകലനം ചെയ്തു പോയാൽ രോഗം വളരെ ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 90കൾ മുതൽ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ നയങ്ങൾ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണവും മൂലധന കേന്ദ്രീകരണവും നടത്തിയതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് നമുക്ക് പക്ഷേ ലോകത്ത് തന്നെ തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഒരു വർഗത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത്രമാത്രം അത് ചിതറിപ്പോയിരിക്കുന്നു. നിരവധി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പലതരം തൊഴിലുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ തൊഴിലാളികളായി അവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവർ കാണാമറയത്താണുള്ളത്. അത്രമാത്രം അവർ ശിഥിലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിലാളി വർഗ സംഘടനകൾക്ക് ആ കുട്ടികളെ ഒന്നും അഭിസംബോധന ചെയ്യാനോ സംഘടിപ്പിക്കാനോ സമരമുഖത്ത് സജ്ജരാക്കാനോ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംഘടിത മേഖലയിലെ തൊഴിൽ പരിപൂർണമായും തകർന്നുകൊണ്ടിരിക്കുകയും അസംഘടിത മേഖലയിലെ ഈ ഗിഗ് വർക്കേഴ്സിനെ പോലെ, അതുപോലെ കരാർ തൊഴിലാളികൾ, അങ്ങനെയുള്ള തൊഴിൽ മേഖലയിലുള്ള ആളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തൊഴിൽ സുരക്ഷിതത്വമില്ല, കൃത്യമായ വേതനമില്ല, അവരുടെ തൊഴിലിൻ്റെ സമയം പോലും നമുക്ക് കൃത്യമായിട്ട് നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഭീകരമായ ചൂഷണമാണ് IT മേഖല ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിലാളി സംഘടനാ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതോ അവരിതുവരെ ശീലിച്ച വ്യവസായ തൊഴിലാളികളെയും കാർഷിക മേഖലയിലെ തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചതുപോലെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമല്ല ഈ പറയുന്ന ചിതറിപ്പോയ അസംഘടിത മേഖലയിലെ കുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ആരും അഭിമുഖീകരിക്കുന്നില്ല. എന്നാൽ ഈ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ചൂഷണത്തിന് പാകമായ വിധത്തിലുള്ളൊരു കൂലിപ്പട്ടാളത്തെ യഥാർത്ഥത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ തൊഴിൽ നിയമങ്ങൾ വലിയ തോതിൽ മാറ്റിമറിച്ചു. ഇപ്പോഴുള്ള പാർലമെൻറ്റ് പാസ്സാക്കിയ തൊഴിൽ നിയമം അനുസരിച്ച് ഒരു തൊഴിലുടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തൊഴിലാളികളെ പിരിച്ചുവിടാനും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനും ഒക്കെ കഴിയും വിധം അത് പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അസ്വസ്ഥമായ തൊഴിലാളി വർഗത്തിൻ്റെ തന്നെ ഒരു ആവിഷ്കാരമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ അതിന് കൃത്യമായൊരു പ്രത്യയശാസ്ത്രമോ കൃത്യമായൊരു സംഘടനാ സംവിധാനമോ കാഴ്ചപ്പാടുകളോ ഇല്ല എന്ന പരിമിതി അതിനുണ്ട്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയം മുതൽ തുടങ്ങണം, ഇതിനൊരു തിരുത്തു വരണമെങ്കിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാശ്രയ കോളേജുകൾ രാഷ്ട്രീയമില്ല. നമ്മുടെ ഇപ്പോൾ ഇനി സർക്കാർ കോളേജുകളൊക്കെ രാഷ്ട്രീയമുണ്ട്. അവിടങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നോക്കിയാലും മിക്കവാറും എല്ലാ പ്രശസ്തമായ ക്യാമ്പസുകളിലും വിജയിക്കുന്നത് ഇടത് അനുകൂല സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളാണ്. പക്ഷേ അവരൊന്നും തന്നെ പിന്നീട്, അതായത് പഠനം കഴിഞ്ഞ ശേഷം ഒരു സംഘടിത രാഷ്ട്രീയ ബോധത്തിലേക്ക് വരുന്നില്ല. അവരെ കൊണ്ടുവരാനോട്ട് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും കഴിയുന്നുമില്ല. അത് കാലഘട്ടത്തിനൊത്ത് പ്രസ്ഥാനം മാറാത്തതിൻ്റെ പ്രശ്നമാണോ? അല്ല, അതിൽ ഇപ്പോൾ ഈ ചോദ്യം ഇന്ന് ചോദിക്കുന്നതിലൊരു ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ സർവകലാശാലകളിലേക്ക് കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഒരു സർക്കുലർ വന്നു. അത് കോടതി വിധിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പൂക്കാട് വെറ്റിനറി കോളേജിലെ ഒരു കുട്ടി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തൊരു സംഭവമുണ്ട്.
അതിൻ്റെ വെളിച്ചത്തിൽ കോടതി നിരീക്ഷിക്കുന്നത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനം ക്യാമ്പസുകളിൽ നിയന്ത്രിക്കണം. വാസ്തവത്തിൽ പൂക്കാട് എന്ന് പറയുന്ന ആ വെറ്റിനറി കോളേജിൽ നടന്ന സംഭവത്തിന് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. അത് ഏതെങ്കിലും രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷമോ അതിൽ നിന്നുണ്ടായ വൈരാഗ്യമോ ഒന്നുമല്ല ആ കൊലപാതകത്തിൽ നിന്ന് കലാശിച്ചത്. ആ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് അത്. പക്ഷേ അതിനെ രാഷ്ട്രീയമായ ഒരു ഏറ്റുമുട്ടലായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടലായോ ആണ് കോടതി പോലും വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ക്യാമ്പസിൽ നിന്ന് എന്തിൻ്റെയെങ്കിലും എല്ലാം പേരിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്നുള്ളൊരു അജണ്ട നമ്മുടെ ഭരണകൂടം തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഗവർണർ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം രാഷ്ട്രീയ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ഭേദഗതി വരുത്തുന്നുണ്ടോ. നമ്മുടെ ക്യാമ്പസുകളിൽ വാസ്തവത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന, നമുക്കൊക്കെ അറിയാവുന്ന പോലെ, നമ്മുടെ പോപ്പുലർ സിനിമകൾ പോലും ഇന്ന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ലഹരിയും അതുപോലെ തന്നെ കുട്ടികൾക്കിടയിലുള്ള അനാവശ്യമായ വയലൻസും ഒക്കെയാണ് ഇന്നത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ. അതൊന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടല്ല, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അവയൊന്നും അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ പൊതുസമൂഹത്തിനോ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കുട്ടികളുടെ ഇടയിൽ അരാജകത്വം വളർന്നുകൊണ്ടിരിക്കുക. ആ അരാജകത്വം വളർത്തുകയും ഈ പറഞ്ഞ പോലെ അവരെ രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം വാസ്തവത്തിൽ ലോക മൂലധന ശക്തികൾക്കുണ്ട്. അത് ഭരണകൂടം വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ പരിമിതമായ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഒരു വഴിയിൽ നടക്കുന്നത്. മറുവഴിയിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ നാളെ വളർന്നു വരേണ്ട ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ ജീവികളുമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളൊന്നും തന്നെ, ഇടതുപക്ഷ സംഘടനകളായാലും വലതുപക്ഷ സംഘടനകളായാലും, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കിടയിൽ പ്രവർത്തിക്കാനോ അവരതിനനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കാനോ രൂപപ്പെടുത്തിയെടുക്കാനോ ശ്രമിക്കുന്നില്ല എന്നതാണ് ഒരു സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ വിദ്യാർത്ഥികളെ രാഷ്ട്രീയവൽക്കരിക്കുക, രാഷ്ട്രീയ സംഘടനയുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ രാഷ്ട്രീയ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു ബാധ്യത അതിൻ്റെ ഉത്തരവാദപ്പെട്ട മറ്റ് സംഘടനാ രൂപങ്ങൾക്കാണ് ഉള്ളത്. നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. പലപ്പോഴും അതൊരു ക്യാമ്പസ് ഇലക്ഷനിൽ അല്ലെങ്കിൽ അതുപോലുള്ള ചില പ്രവർത്തനങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. സർ, മലയാളം ഭാഷ അധ്യാപകൻ കൂടിയാണ്. നമ്മൾ നേതാക്കൾ പ്രയോഗിക്കുന്ന ഭാഷ ഒരുതരം ചത്ത് മരവിച്ചു പോയ ഭാഷയല്ലേ? ജെൻസി അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഷയിലും മാറ്റങ്ങൾ വരേണ്ടതില്ല. അല്ല, അത് ഇപ്പോൾ വാസ്തവത്തിൽ ഇതിൽ രണ്ട് കാര്യങ്ങളാണല്ലോ. ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചരിത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു റീലിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല. അത് ആഴത്തിലുള്ള പഠനവും വളരെ അധികം ശ്രദ്ധയും ആവശ്യമുള്ള, സമയം ചെലവിട്ട് നിർവഹിക്കേണ്ട ഒരു പഠന പ്രവൃത്തിയാണ് ചരിത്രബോധത്തിൻ്റെ നിർമ്മാണം, പ്രത്യയശാസ്ത്ര ബോധത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. അത് നമുക്ക് പുതിയ ഭാഷയിലൂടെ, താങ്കൾ പറഞ്ഞ അർത്ഥത്തിലുള്ളൊരു ഭാഷയിലൂടെ സാധ്യമല്ല. പക്ഷേ അതേസമയം അതിനൊന്നും കുട്ടികൾക്ക് പ്രാപ്തിയില്ല എന്ന മുൻവിധി ഒട്ടും തന്നെ ശ്ലാഘനീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ എന്നുള്ള എനിക്ക് ഗൗരവമുള്ള കാര്യങ്ങൾ, ഗൗരവമുള്ള ഭാഷയിൽ യുക്തിസഹമായി പറഞ്ഞാൽ അതും സ്വീകരിക്കാൻ കുട്ടികൾക്ക് കഴിയും. എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പോലെ എല്ലാ കുട്ടികൾക്കും കഴിയണമെന്നില്ല. പക്ഷേ അതിന് കഴിവുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലുണ്ട്. പക്ഷേ അവരെ അഭിമുഖീകരിക്കാൻ ആ അർത്ഥത്തിൽ അറിവുള്ള, ആ തരത്തിലുള്ള അനുഭവമുള്ള മനുഷ്യർ അതിന് തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ ഇല്ലാതാവുന്നു എന്നതാണ് പ്രധാനം. തെരഞ്ഞെടുപ്പ് കാലമൊക്കെ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നേതാക്കൾ പ്രസംഗിക്കുന്നു, ആളെ കൂട്ടുന്നു, ആളുകളോട് ആശയ സംവദിക്കുന്നു. അതേ അവസരം ഒരു പാട്ടുകാരൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര താരം വരുന്നു. അപ്പോൾ വേടൻ്റെ പാട്ടുകൾ ജനകീയവും ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. അതേ അവസരം കടമ്മനിട്ടയുടെ കവിതകൾ ആ കാലഘട്ടത്തിൽ തീയാളി പടർത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ കടമ്മനിട്ടയ്ക്ക് പ്രസക്തിയൊന്നുമില്ല. നമ്മുടെ വേരുകൾ തന്നെ മുറിഞ്ഞു പോകുന്ന കുറേ അവസ്ഥ ഇപ്പോഴുണ്ടാകുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ പറയുന്ന ഈ പൊളിറ്റിക്കൽ റെവല്യൂഷൻ അല്ലെങ്കിൽ സോഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കൾച്ചറിൽ നിന്ന് ആരംഭിക്കുന്ന
നമ്മുടെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷമൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംസ്കാരത്തിനകത്താണ് ആദ്യ കാലഘട്ടത്തിൽ ഇടപെട്ടത്. ശ്രീനാരായണ ഗുരുവായാലും പൊയ്കൽ അപ്പച്ചനായാലും അവരൊക്കെ കൾച്ചറിലാണ് ഇടപെട്ടത്. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നേരിട്ട് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ തുടർച്ചയിലാണ് ദേശീയ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വേരാണ് ഈ കൾച്ചറൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ വേരുകളും അറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചു. പക്ഷേ അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വേടൻ്റെ പാട്ട് കേൾക്കാൻ ധാരാളം ആളുകളുണ്ട് എന്നുള്ളത് ശരിയാണ്. വേടൻ വളരെ ശരിയായ രാഷ്ട്രീയം ഉന്നയിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ രാഷ്ട്രീയ ബോധ്യം കുട്ടികളുടെ അവബോധമായി മാറുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൻ്റെ ദർശനമായി മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഞാൻ പറയാൻ കാരണം ഈ വേടൻ ഏറ്റവും പ്രധാനമായിട്ട് ജാതി പ്രശ്നം ആണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഞാൻ പോയി കുട്ടികളോട് സംസാരിക്കുന്ന പല വേദികളിലും ആ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് റിസർവേഷൻ എന്നാണ്. അപ്പോൾ സംവരണം എന്തിനാണ് എന്ന് നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന അതേ കുട്ടികൾ തന്നെ വേടൻ്റെ പാട്ട് കേട്ട് വളരെ ആവേശഭരിതരായി അവരുടെ ശരീരം ചലിപ്പിക്കുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. വേടൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്ര ബോധം നമ്മുടെ കുട്ടികളിൽ വികസിപ്പിച്ചെടുക്കാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട്. അത് പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട്. തൊഴിലാളി വർഗ പാർട്ടികൾക്കും അത്തരം സംഘടനകൾക്കൊക്കെ അക്കാര്യത്തിൽ വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കുട്ടികൾ അസ്വസ്ഥരാണ്, അവർ മിടുക്കരാണ്, അവർക്ക് പലതരം കഴിവുകളുണ്ട്. പക്ഷെ അവരെ ആഴത്തിൽ ആങ്കർ ചെയ്യാൻ കഴിയുന്ന ഒരു ചരിത്രബോധത്തിൻ്റെയും പ്രത്യയശാസ്ത്രപരമായ ഉൾക്കാഴ്ചയുടെയും ചില അനുഭവ പാഠങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ജെൻസി എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുണ്ടായി വരുന്ന ഒരു പ്രതിഭാസമല്ല. എല്ലാ കാലത്തും ജനറേഷൻ മാറിക്കൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷേ ഒരു ജനറേഷൻ അവരുടെ അനുഭവങ്ങളും അറിവും അടുത്ത ജനറേഷനിലേക്ക് കൈമാറുകയും ആ പുതിയ ജനറേഷൻ പഴയ ജനറേഷൻ്റെ തെറ്റുകൾ തിരുത്തുകയും ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒന്നിനെയാണ് നമ്മൾ ട്രഡീഷൻ, പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വിച്ഛേദമല്ല, അത് ഒന്നിൻ്റെ തുടർച്ചയും അതിൽ നിന്നുള്ള വികാസവും പരിഷ്കാരവുമാണ്. ആ സങ്കല്പമില്ലാതെ നമ്മൾ ജെൻസി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക പ്രതിഭാസമായി പരിഗണിക്കുന്നതിനോട് എനിക്ക് യോജിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ.